വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. 8ാം ക്ലാസ്സിലെ ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ക്ലാസ്സുകൾക്കും NMMS ക്ലാസ്സുകൾക്കും 9ാം ക്ലാസ്സിലെ ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ക്ലാസ്സുകൾക്കുമായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇക്കായി ദോയിൽ നമ്മൾ ആദ്യം സുഖ് ദുഃഖ് എന്ന് പറയുന്നൊരു കവിത പഠിച്ചു. അതിനുശേഷം ഒരു സംസ്മരൺ, അരുൺ ഗാന്ധിയുടെ പിതാക്ക പ്രായശ്ചിത് എന്ന് പറയുന്ന ഒരു സംസ്മരൺ പഠിച്ചു അല്ലേ? സംസ്മരണിൽ അദ്ദേഹം തൻ്റെ തെറ്റു കാരണം തൻ്റെ അച്ഛൻ ചെയ്ത പ്രായശ്ചിത്തത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നീടോ സുഖ് ദുഃഖ് എന്ന കവിതയിൽ നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ വരവിനെയും പോക്കിനെയും കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഇനി നമ്മൾ ഇക്കായി ദോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നാം കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളാണോ? അല്ല, അല്ലേ? നാം കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നവയായിരിക്കണമെന്നാണ് നമ്മുടെ APJ അബ്ദുൽ കലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം ആരായിരുന്നു? അദ്ദേഹം നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പത്രാണ്. പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റർ. ലെറ്റർ എന്ന് പറയുമ്പോൾ അത് ആരെഴുതിയ ലെറ്ററാണ്? അതെ, അത് അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കൺ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ലേ? ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയമില്ലേ? അതെ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൺ അല്ലേ? അദ്ദേഹം തൻ്റെ മകൻ്റെ അധ്യാപകൻ അയച്ച ഒരു കത്താണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അബ്രഹാം ലിങ്കൺ എങ്ങനെയുള്ള ആളായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയാണ് നമ്മൾ ഇക്കായി ദോയിൽ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പറയുന്ന ആ വേർഡ്സ് ഉണ്ടല്ലോ, അതിവിടെ യാഥാർത്ഥ്യമാകുന്നതാണ് അബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അദ്ദേഹം സ്കൂളിലെ ലാസ്റ്റ് ബെഞ്ചറായിരുന്നു. ആരും ശ്രദ്ധിക്കപ്പെടാത്ത, ആരാലും ശ്രദ്ധ ലഭിക്കാത്ത ഒരു ഉഴപ്പനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിലെ ലാസ്റ്റ് ബെഞ്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കുട്ടിയായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ അവരുടെ അധ്യാപിക ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. അതിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലുള്ള മറ്റു പല കുട്ടികളും ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ് എന്നപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അവസാനം ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്നായിരുന്നു. പക്ഷേ ഈ ടീച്ചർ അതിനെ വളരെയധികം അധിക്ഷേപിച്ചു, വളരെയധികം പരിഹസിച്ചു. കാരണം എന്താണ്? അദ്ദേഹം ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു ഉഴപ്പനായ വിദ്യാർത്ഥിയായിരുന്നു. ആ ഒരു കാരണത്താലാണ് അധ്യാപിക എന്തു ചെയ്തത്? അദ്ദേഹത്തെ പരിഹസിച്ചത്. അത് തനിക്ക് പറ്റിയ ജോലിയല്ല എന്നുള്ള രീതിയിൽ അവരെ തരം താഴ്ത്തി പറഞ്ഞു. പക്ഷേ ഈ വാക്കുകൾ, ആ അധ്യാപികയുടെ അത്തരത്തിലുള്ള ഈ വാക്കുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. എങ്ങനെ സ്വാധീനിച്ചു? മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ വേദന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് ശക്തി കൂട്ടി, പവർ കൂട്ടി. അദ്ദേഹം വാശിയിലായി. എന്നെങ്കിലും എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്നുള്ള വാശി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഊർന്നിറങ്ങി. അങ്ങനെ വർഷങ്ങൾക്കു ശേഷം, ഒരുപാട് വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം എന്തായി? അമേരിക്കൻ പ്രസിഡന്റായി. അതാണ് ആര്? അബ്രഹാം ലിങ്കൺ. അപ്പോൾ നോക്കൂ കുട്ടികളെ, നമ്മൾ എത്തരത്തിലുള്ള ആളുകളാണ് എന്നതിലല്ല നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്.
നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലാണ് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള വഴികൾ തുറന്നു കിടക്കുന്നത്. അദ്ദേഹം ഒരു ഉഴപ്പനായിരുന്ന വിദ്യാർത്ഥിയായിട്ടും അദ്ദേഹം എങ്ങനെ അമേരിക്കൻ പ്രസിഡന്റായി? വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിന് എങ്ങനെ കയറാൻ സാധിച്ചു? അവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങളുടെ ശക്തി കിടക്കുന്നത്. നമ്മൾ എത്രത്തോളം സ്വപ്നം കാണുന്നു എന്നതിലും അത് യാഥാർത്ഥ്യമാക്കാൻ നാം എത്രത്തോളം ശ്രമിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്. അങ്ങനെയുള്ള അബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ പഠിപ്പിക്കേണ്ടതായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അധ്യാപകനെ, ടീച്ചർക്ക് സെൻഡ് ചെയ്യുന്ന ഒരു ലെറ്ററാണ് താഴെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിന്റെ പേരെന്താണ്? മേരെ ബച്ചേ കോ സിഖായേ, എൻ്റെ മകനെ പഠിപ്പിച്ചാലും. മേരെ ബച്ചേ എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ, സിഖായേ പഠിപ്പിച്ചാലും. എഴുതിയതാരാണ്? അബ്രഹാം ലിങ്കൺ. 15 മാർച്ച് 1860, 15 മാർച്ച് 1860. प्रिय गुरुजी, ഡിയർ ടീച്ചർ, സഭി വ്യക്തി, എല്ലാ ആളുകളും, എല്ലാ വ്യക്തികളും, എവറി പേഴ്സൺ, ന്യായായി പ്രി. ന്യായായി പ്രി എന്ന് പറഞ്ഞാൽ ന്യായശീലർ, ന്യായമായ രീതിയിലുള്ളവർ. ഫെയർ പീപ്പിൾ നെഹീം ഹോത്തെ, ആകാറില്ല, ആകണമെന്നില്ല. നോട്ട് എവ്രി വൺ, എല്ലാവരും ആകില്ല. ഹാസ് ടു ബി ഫെയർ, ഫെയർ പീപ്പിൾ ആകില്ല, ന്യായശീലരാകില്ല. ഓർ അതുപോലെ തന്നെ നഹി ആകില്ല. സബ് സച്ച് ബോൽത്തെ ഹേ, മുഴുവനായിട്ടും സത്യം പറയുന്നവര്. സച്ച് എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സത്യം പറയുന്നവര്. ബോൽത്തെ എന്ന് പറഞ്ഞാൽ പറയുന്നവര്. നോട്ട് എവ്രി വൺ, എല്ലാവരും ആകില്ല. ടെൽ ദ ട്രൂത്ത്, സത്യം പറയുകയുമില്ല. എല്ലാ പീപ്പിളും, എല്ലാ ആളുകളും എന്താകില്ല? ന്യായമായ ആളുകളുമാകില്ല, സത്യം പറയുന്നവരുമാകില്ല. യഹ് തോ മേരാ ബച്ച കഭി ന കഭി സിഖ് ഹി ലേഖ. എന്താ പറയുന്നത്? യഹ് തോ, ഇത്. ദിസ് വൺ, മേരാ ബച്ച, മൈ സൺ, എൻ്റെ മകൻ. കഭി ന കഭി, എങ്ങനെയാണ് പഠിക്കുക? കുറച്ചു കുറച്ചായിട്ട്, എപ്പോഴെങ്കിലും സാവധാനമായിട്ട്. ലിറ്റിൽ ബൈ ലിറ്റിൽ, സിഖ് ഹി ലേഖ, അവൻ പഠിച്ചെടുത്തോളും. ഈ കാര്യം അവന് സാവധാനമായിട്ട് എപ്പോഴെങ്കിലും പഠിച്ചെടുത്തോളും. ദിസ് വിൽ ലേൺ മൈ സൺ, എൻ്റെ മകൻ പഠിച്ചോളും. ലിറ്റിൽ ബൈ ലിറ്റിൽ, കഭി ന കഭി, എപ്പോഴെങ്കിലും. സിഖ് ഹി ലേഖ, പഠിച്ചുകൊള്ളും. അവൻ എപ്പോഴെങ്കിലും അവയെല്ലാം പഠിച്ചുകൊള്ളും. പർ, ബട്ട്, പക്ഷേ. ഉസേ യഹ് അവശ്യ സിഖായേ, ഉസേ അവനെ, യഹ് ഇത്, എന്ത് ചെയ്യണം? അവശ്യ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? സിഖായേം, പഠിപ്പിച്ചാലും. പഠിപ്പിച്ചാലും. യു മസ്റ്റ് ടീച്ച് ഹിം ദിസ് ടു, എന്താണത്? അഗർ ദുനിയാമേ, ഈ ദുനിയാവിൽ, ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിൽ, ബദ്മാഷ ലോഗ് ഹോത്തെ ഹേ. ബദ്മാഷ ലോഗ് എന്ന് പറഞ്ഞാൽ എത്തരത്തിലുള്ള ആളുകളാണ്? ബാഡ് പീപ്പിൾസ്, തെമ്മാടികളായിട്ടുള്ള ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ തോ അച്ഛേ നേക് ഇൻസാൻ പി ഹോത്തെ ഹേ, നല്ലവരായ ആളുകൾ. അച്ഛേ എന്ന് പറഞ്ഞാൽ നല്ല, നേക് ഇൻസാൻ പി ഹോത്തി ഹേ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് കേട്ടോ. അപ്പൊ നല്ലവരായ ആളുകളുമുണ്ട്, അതുപോലെ തന്നെ ചീത്ത ആളുകളുമുണ്ട്. there are bad people, ചീത്ത ആളുകളുണ്ട് in this world, ഈ ലോകത്ത്. as well as, അതുപോലെ തന്നെ there is good people also. ഓക്കെ, നല്ല ആളുകളുമുണ്ട്, അതുപോലെ തന്നെ ബാഡ് പീപ്പിൾസും ഉണ്ട്. അതുപോലെ തന്നെ അഗർ സ്വാർത്ഥി രാജനീതിക്ക് ഹേ. രാജനീതിക്ക് ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്നറിയോ? നമ്മളുടെ പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാരുണ്ട്. എത്തരത്തിലുള്ള? സ്വാർത്ഥി. സ്വാർത്ഥി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥരായ,
സെൽഫിഷ് ആയിട്ടുള്ള സ്വന്തം കാര്യം മാത്രം നോക്കുന്ന പൊളിറ്റീഷ്യൻസും ഉണ്ട്. അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അവരെന്ത് ചെയ്യും, നമ്മുടെ പിറകെ നടക്കും, അത് കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കിപ്പോവും. അത്തരത്തിലുള്ള ആളുകളുമുണ്ട്. तो जनता के हित में काम करने वाले देश प्रेमी भी है. എന്താ പറയുന്നത്? तो जनता के हित में, ആളുകളുടെ ഹിത് മേം, നന്മക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, കാം കർണേ വാലെ എന്ന് പറഞ്ഞാല് പ്രവർത്തിക്കുന്ന, വർക്ക് ചെയ്യുന്ന, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഹിത് മേം എന്ന് പറഞ്ഞാൽ നന്മക്കായിട്ടുള്ള, ജനങ്ങളുടെ നന്മക്കായിട്ടുള്ള, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. കാം കർണേ വാലെ, വർക്ക് ചെയ്യുന്ന, ദേശ് പ്രേമി ബി ഹേ, ദേശസ്നേഹികളുമുണ്ട്. അവർ ആരാണ്? പാട്രിയോട്സും ഉണ്ട്, ദേശത്തെ സ്നേഹിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെ തന്നെ സ്വാർത്ഥരായ, സെൽഫിഷ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും ഉണ്ട്. There are selfish politicians as well as patriots who work for the welfare of the people. Okay. ഇനി നെക്സ്റ്റ്, ഉസേ, അവനെ, യഹ് ബി സിഖായേ, അവനെ ഇതുകൂടി നിങ്ങൾ പഠിപ്പിക്കണം. എന്താണത്? അഗർ ദുഷ്മൻ ഹോത്തി ഹേ. എത്രത്തിലുള്ള ആളുകളുണ്ട്? ദുഷ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കളുണ്ട്, ശത്രുക്കളുമുണ്ട്, എനിമീസ് ഉണ്ട്. അതുപോലെ തന്നെ തോ ദോസ്ത് ബി ഹോത്തെ ഹേ, അതുപോലെ തന്നെ ആരുമുണ്ട്? ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുമുണ്ട്. ശത്രുക്കളുമുണ്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളുമുണ്ട്, ഫ്രണ്ട്സുമുണ്ട്. There are enemies, ശത്രുക്കൾ, as well as friends. ഫ്രണ്ട്സും ഉണ്ട്, ശത്രുക്കളുമുണ്ട്. Then മുझे പതാ ഹേ, മുझे പതാ ഹേ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഐ നോ. കി ഇസ്മേം, എന്തറിയാം? കി എന്തെന്നാൽ, ഇസ്മേം സമയ ലഖേക, ഇതിന് ഒരുപാട് സമയമെടുക്കും, ഇത് പഠിപ്പിച്ചെടുക്കാൻ എന്ത് ചെയ്യും? സമയമെടുക്കുമെന്ന് എനിക്കറിയാം. ദിസ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, അത് എനിക്കറിയാം, ഐ നോ ദാറ്റ്. ഇതിന് സമയമെടുക്കും. പരന്തു ഹോ സഖേത്തോ, നിങ്ങൾ കഴിയുമെങ്കിൽ, പരന്തു ഹോ സഖേത്തോ ഉസേ യഹ് ജറൂർ സിഖായേ, ഉസേ അവനെ, യഹ് ജറൂർ സിഖായേ നിർബന്ധമായിട്ടും, യു ഷുഡ് ടീച്ച്, എന്താ പഠിപ്പിക്കേണ്ടത്? കി എന്തെന്നാൽ, മെഹനത് സേ, മെഹനത്ത് എന്ന് പറഞ്ഞാല് അധ്വാനത്തിലൂടെ, നമ്മുടെ ഹാർഡ് വർക്കിലൂടെ കിട്ടുന്ന നമ്മൾ സമ്പാദിക്കുന്ന, നമ്മൾ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന, സമ്പാദിക്കുന്ന ഏക് പൈസ, ഒരു 1 rupees, ഒരു രൂപയ്ക്ക് भी हराम में मिली नोटों की गट्टी से कहीं अधिक മൂല്യവാൻ होता है. എന്താ പറയുന്നത്? 1 രൂപക്ക്, നമ്മൾ അധ്വാനിച്ച് ലഭിക്കുന്ന 1 രൂപക്ക് ഹറാംനെ മിലി നോട്ടോം കി, ഹറാമിലൂടെ, നിഷിദ്ധമായ കാര്യത്തിലൂടെ, ബാഡ് വേയിലൂടെ, റോങ് വേയിലൂടെ കിട്ടുന്ന ക്യാഷിനേക്കാൾ, ക്യാഷ് കെട്ടിനേക്കാൾ, നോട്ടോക്കി ഗട്ടി എന്ന് പറഞ്ഞാല് ക്യാഷിന്റെ ബണ്ടിലിനെയാണ്, മണിയുടെ ബണ്ടിലിനെയാണ് നോട്ടോക്കി ഗട്ടി എന്ന് പറയുന്നത്. കഹീം അധിക്, ഒരു തരത്തിൽ എന്താണ്? അധികമായ, മൂല്യവാൻ ഹോത്തേ ഹേ, ഹോത്താ ഹേ, മൂല്യവാൻ എന്ന് പറഞ്ഞാല് മൂല്യമുണ്ട്. അതായത് എന്താണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്? നമ്മൾ ഹാർഡ് വർക്കിലൂടെ ലഭിക്കുന്ന 1 rupee ഏൺ ത്രൂ ഹാർഡ് വർക്ക്, 1 രൂപ നമ്മൾ ഏൺ ചെയ്തു, നമുക്ക് ലഭിച്ചു ത്രൂ ഹാർഡ് വർക്ക്, ഹാർഡ് വർക്കിലൂടെ, ഈസ് വർത്ത്, അത് എന്താണ്? മൂല്യമുള്ളവയാണ്. മച്ച് മോർ ദാൻ, എന്തിനേക്കാൾ? ദ ബണ്ടിൽ ഓഫ് ദ മണി, ബണ്ടിൽ എന്ന് പറഞ്ഞാൽ കെട്ട്, കെട്ടിനേക്കാൾ, റിസീവ്ഡ് ഇൻ ദ റോങ് വേ, നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന ക്യാഷിനേക്കാൾ എത്രയോ മൂല്യമുണ്ട് എന്ത്? നമ്മൾ അധ്വാനത്തിലൂടെ നേടുന്ന 1 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഉസേ ഹാർന സിഖായേ, ഹാർന എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിലിയർ, പരാജയം. അവനെ നിങ്ങൾ ടീച്ച് ഹിം ഫെയിലിയർ, പരാജയം പഠിപ്പിക്കുക. ഓർ അതുപോലെ ജീത് മേ ഖുഷ് ഹോനാ ബി സിഖായേ, ജീത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്സസ്, വിജയങ്ങളില്,
ഖുഷ് ഹോന ഭി സിഖായേം, സന്തോഷമായിരിക്കാൻ. ആൻഡ് ഓൾസോ ടീച്ച് ഹിം ടു റിജോയ്സ് ഇൻ സക്സസ് ആസ് വെൽ, അവന്റെ സന്തോഷങ്ങളിലും അവന്റെ വിജയങ്ങളിലും എന്ത് ചെയ്യുക, സന്തോഷിക്കാൻ, അല്ലെ, വിജയങ്ങളിൽ സന്തോഷിക്കാനും അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്യണം, പരാജയം പഠിപ്പിക്കുകയും വേണം. അപ്പൊ ഒരു എന്തൊരു ജീവിതത്തിൽ ഒരു കാര്യം എടുത്താലും നമുക്ക് എന്ത് ചെയ്യും, പരാജയങ്ങളും ഉണ്ടാകും വിജയങ്ങളും ഉണ്ടാകും. അപ്പൊ പരാജയപ്പെടാനും നമ്മൾ പഠിക്കണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും പഠിച്ചിട്ട് പിന്നെ മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ സന്തോഷിക്കാൻ എന്തിനാ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വിജയങ്ങളിൽ. ഹോ സഖേതോ, ഇനി എന്താണ്, കഴിയുമെങ്കിൽ, ഇഫ് ഇറ്റ് പോസിബിൾ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്ത് ചെയ്യാ, ഉസേ രാഗ് ദ്വേഷ് സേ. രാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലവ്, സ്നേഹം. ആൻഡ് ദ്വേഷ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, ശത്രുതയിലും. സേ ദൂർ രഖേം, ദൂരെ മാറി നിൽക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്, സെറ്റ് അസൈഡ് ഹിസ് ലവ് ആൻഡ് എനിമിറ്റി, ഒരു സ്നേഹവും നമ്മുടെ എനിമിറ്റിയും എന്ത് ചെയ്യുക, മാറ്റി നിർത്തിയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഉസേ അപ്നി മുസീബത്തോं को ഹാൻസ് കർ ടാൽന സിഖായേ, അവന് അപ്നി മുസീബത്തോं को, അവന്റെ പ്രോബ്ലംസിലെ, അവന് വരുന്ന പ്രശ്നങ്ങളിലെ എങ്ങനെ ഡീൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഹാൻസ് കർ ടാൽന സിഖായേ, ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ടാൽന സിഖായേം, ചിരിച്ചുകൊണ്ട് അതിനെ തള്ളി മാറ്റാൻ എന്ത് ചെയ്യണം, അവനെ പഠിപ്പിക്കണം. അതങ്ങോട്ട് എന്ത് ചെയ്യാ, ലേൺ ടു ഡീൽ വിത്ത് ഹിസ് പ്രോബ്ലംസ്, അവന് പഠിക്കണം എങ്ങനെ ഡീൽ വിത്ത് ഹിസ് പ്രോബ്ലംസ്, അവന്റെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ. എന്തുകൊണ്ട്, എന്തുമായിട്ട്, വിത്ത് ലാഫ്റ്റർ, അവന്റെ പുഞ്ചിരിയിലൂടെ ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാൻ അവന് സാധിക്കാൻ അവനെ പഠിപ്പിക്കണം. വഹ് ജൽദി ഹി, എന്താണ്, ഇത് വളരെ പെട്ടെന്നായിട്ട്, ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. എന്ത്, യഹ് സബ് സിഖേം, ഈ കാര്യം. അതെന്താണ്, കി, എന്തെന്നാൽ, ബദ്മാഷോं को आसानी से काबू में किया जा सकता है. ബദ്മാഷോം എന്ന് പറഞ്ഞാൽ ആരാണ്, തെമ്മാടികൾ. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചു അല്ലെ, ചീത്ത ആളുകൾ. ബദ്മാഷോं को ആസാനിസെ, അവരെ വളരെ എളുപ്പത്തിൽ, ആസാനിസെ വെരി ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാബൂമേം കിയാ ജാ സക്താ ഹേ, അവരെ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതാണ് പറയുന്നത് അല്ലെ. ഹി ക്യാൻ ഈസിലി കൺട്രോൾ ദ ബാഡ് പീപ്പിൾ, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ആരെ, ചീത്ത ആളുകളെ. അടുത്തത്, അഗർ സംഭവ ഹോത്തോ, ഇനി ഇഫ് ഇറ്റ് പോസിബിൾ, അഥവാ നിങ്ങൾക്ക് സംഭവ്യമാണെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, ഉസേ കിതാബോं की मनमोहक दुनिया में अवश्य ले जाएं. എന്താ പറഞ്ഞത്, കിതാബോ എന്ന് പറഞ്ഞാൽ എന്താണ്, കിതാബ് എന്താണ്, ബുക്ക്. കിതാബോ എന്ന് പറഞ്ഞാൽ ബുക്സ്. ബുക്സിന്റെ മൻമോഹക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മോഹിപ്പിക്കുന്ന, മൻമോഹക്, നമ്മളെ മോഹിപ്പിക്കുന്ന, ഫാസിനേറ്റിംഗ് വേൾഡിലേക്ക്, ദുനിയ എന്ന് പറഞ്ഞാൽ വേൾഡ്, ഫാസിനേറ്റിംഗ് വേൾഡിലേക്ക് അവൻ എന്ത് ചെയ്യാ, അവശ്യലേ ജായം, തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോവുക. ഡെഫിനറ്റ്ലി അവൻ എന്ത് ചെയ്യുക, പുസ്തകങ്ങളുടെ ഫാസിനേറ്റിംഗ് വേൾഡിലേക്ക് അവനെ നിങ്ങൾ കൊണ്ടുപോകുക. ഡെഫിനറ്റ്ലി യു ടേക്ക് ഹിം ടു ദ ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് ബുക്സ്. ഡെഫിനറ്റ്ലി നിങ്ങൾ തീർച്ചയായിട്ടും ടേക്ക് ഹിം ടു ദി ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് ബുക്സ്. ഓക്കെ, ദെൻ സാത്ത് സാത്ത്, അതിൻ്റെ കൂടെ തന്നെ, അതുപോലെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഉസേ അവനെ പ്രകൃതിക്ക് സുന്ദരത, പ്രകൃതിയുടെ സൗന്ദര്യത്തെ, പ്രകൃതിയുടെ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്ന് പറയില്ലേ, ബ്യൂട്ടി ഓഫ് നേച്ചർ. ആൻഡ് പിന്നീട് എന്താ പറയുന്നത്, നീലേ ആസ്മാൻ മേം ഉടുത്തെ ആസാദ് പക്ഷി. നീലേ ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആകാശത്തില്, നീലാകാശത്തില് ഉടുത്തേ എന്ന് പറഞ്ഞാൽ പറക്കുന്ന, ഫ്ലോട്ടിങ്, എന്ത്, ബേർഡ്. എത്തരത്തിലുള്ള ബേർഡാണ്,
സ്വതന്ത്രയായിട്ട് ഫ്രീ ബേർഡ്, നീലാകാശത്തിൽ പാറിപ്പടക്കുന്ന സ്വതന്ത്രയായിട്ടുള്ള ഫ്രീ ബേർഡിനെ കാണാനും, അതുപോലെ വേറെന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്രകൃതിയുടെ ഭംഗിയെയും. പിന്നീടും പറയുന്നുണ്ട് എന്താണ്, സുൻഹരി ധൂപ് മേം. സുൻഹരി എന്ന് പറഞ്ഞാൽ ഗോൾഡ്, സ്വർണം. ധൂപ് എന്ന് പറഞ്ഞാലോ വെയില്. വെയിലിൽ, സ്വർണ്ണ വെയിലിൽ ഗുൻഗുനാത്തി. ഗുൻഗുനാത്തി ചെയ്യുന്ന ആളാരാണ്? മൂളിപ്പറക്കലാരാണ്? മധുമഖിയാം. മധുമഖിയാം നമ്മള് ഫസ്റ്റില് പഠിച്ചിട്ടുണ്ട്. ഈ കായി ഏക്കില് ഫസ്റ്റ് എന്താ പഠിച്ചിട്ട്? തേനീച്ച അല്ലെ? യെസ്, ഹണി ബി. അപ്പോൾ സ്വർണ്ണവേലിൽ പാറിപ്പറക്കുന്ന, മൂളിപ്പറക്കുന്ന മധുമഖിയാം തേനീച്ചയെയും. പിന്നീടോ ഓർ പഹാഡ് കെ टलानी पर गिलगिलाते जंगली फूलों की हाँसी को भी निहारने दे. അപ്പൊ എന്താണ്, നമ്മുടെ പഹാഡ് എന്ന് പറഞ്ഞാൽ മൗണ്ടെയിനിലൂടെ, ടലാനി പർ മൗണ്ടെയിനിന്റെ താഴ്വരയിലൂടെ, ഗിൽഗിലാത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിരിഞ്ഞിട്ടുള്ള ജംഗ്ലി ഫൂലോങ്കി. ജംഗ്ലി ഫൂലം എന്ന് പറഞ്ഞാല് വൈൽഡ് ഫ്ലവർ എന്ത് ചെയ്യണം? അതിന്റെ എന്താണ് കാണേണ്ടത്? അതിന്റെ ഹാൻസി കോബി, അവയുടെ ചിരിയെ എന്ത് ചെയ്യണം? നിഹാർനേദേം, ഇവയെല്ലാം അവനെ നിരീക്ഷിക്കാനുള്ള ഒരു അവസരം നൽകണം. ഓക്കെ, ഒബ്സർവ് ചെയ്യാനുള്ള ഒരവസരം അവന് നൽകണം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. എന്തൊക്കെ ചാൻസസ് ആണ് അവനെ ഒബ്സർവ് ചെയ്യാൻ കൊടുക്കേണ്ടത്? ഗിവ് ഹിം എ ചാൻസ് ടു ഒബ്സർവ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ. എന്തിന്റെ ഭംഗി? പ്രകൃതിയുടെ ഭംഗി. ദെൻ നെക്സ്റ്റ് വൺ, the free birds floating in the blue sky. free birds floating, പറക്കുന്ന in the blue sky, നീലാകാശത്ത് പറക്കുന്ന പക്ഷികളെയും. and the honey bees ആരാണ്? തേനീച്ചകൾ. whispering the sounds in the golden sound, സൂര്യന്റെ സ്വർണ്ണ വെയിലേറ്റിട്ട് വിസ്പർ ചെയ്യുന്ന, മൂളുന്ന ആര്? ഹണി ബീസിനെയും. പിന്നെയോ laughter of a flower blooming in the valley of the mountain. laughter, പുഞ്ചിരി. എന്തിന്റെ? വൈൽഡ് ഫ്ലവർ, കാട്ടുപൂവിന്റെ. ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞിട്ടുള്ള. എവിടെയാണ് ഈ പൂക്കളുള്ളത്? ഇൻ ദ വാലി ഓഫ് ദ മൗണ്ടെയിൻ, ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ വിരിഞ്ഞിട്ടുള്ള കാട്ടുപൂവിന്റെ പുഞ്ചിരിയും. ഇവയെല്ലാം ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവന് നൽകിയാലും. ദെൻ സ്കൂൾ മേം ഉസേ സിഖായേം, നിങ്ങൾ സ്കൂളിൽ ഈ ഒരു കാര്യം കൂടി അവനെ പഠിപ്പിച്ചാലും. എന്താണത്? കീ എന്തെന്നാൽ നക്കൽ കർക്കെ പാസ് ഹോനെ സേ. നക്കൽ കർക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോപ്പി അടിച്ചിട്ട് പാസ്സാവില്ലേ, നമ്മൾ ബിറ്റ്സ് ഒക്കെ വെച്ചിട്ട്. യെസ്, അത് വെച്ചിട്ട് പാസ്സാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഹോനെ സേ ഫെയിൽ ഹോന ബെഹ്തർ ഹേ. എന്താണ്? നമ്മള് പരാജയപ്പെടുന്നതാണ് അതിനേക്കാൾ നല്ലത്. എന്താ വെച്ചാൽ എക്സാമിന് തോൽക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത്. ഏതിനേക്കാൾ? കോപ്പി അടിക്കുന്നതിനേക്കാൾ. നക്കൽ കർക്കെ കോപ്പി അടിക്കുന്നതിനേക്കാൾ നല്ലത്. ഫെയിലിംഗ് യുവർ എക്സാം ഈസ് ബെറ്റർ ദാൻ, എന്താണ് ബെറ്റർ ദാൻ? സക്സീഡിങ് വിത്ത് ബിറ്റ്സ് വെച്ചിട്ട് നമ്മൾ സക്സസ് ആക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്ത്? ആ എക്സാമിന് തോറ്റു പോകുക എന്നത്. നിങ്ങൾ എവിടെയാണ് പഠിപ്പിക്കേണ്ടത്? സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കണം. ചാഹേ സഭി ലോഗ് എന്ന് പറഞ്ഞാല് ഇനി ആളുകള്, സഭി ലോഗ് ആളുകള്, ഈവൻ ഇഫ് ദ ക്രൗഡ്, ലെറ്റ് ദ ക്രൗഡ് ഉസേ ഗലത് കഹേ, അവനിൽ തെറ്റു പറയട്ടെ, അവനിൽ മിസ്റെപ്രസെന്റ് ഹിം, ലെറ്റ് ദ ക്രൗഡ് മിസ്റെപ്രസെന്റ് ഹിം, അവനെ തെറ്റായി ചിത്രീകരിക്കട്ടെ. പക്ഷേ വഹ് അപ്നെ വിചാരോ മേം, അവൻ എന്ത് ചെയ്യണം? വഹ് അപ്നെ വിചാരോ മേം, അവൻ അവൻ്റെതായ ആ ഒരു ഡിസിഷനിൽ, അവൻ്റെതായ ആ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം? പക്കാ വിശ്വാസ് രഖേ, പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? വിശ്വാസം അർപ്പിക്കണം, ബിലീവ് ചെയ്യണം. വിശ്വാസ് എന്ന് പറഞ്ഞാൽ ബിലീവ് ചെയ്യണം. എന്ത്? അവന്റെ ആ ഒരു ഡിസിഷനിൽ. ഓർ അതുപോലെ തന്നെ ഉൻ പർ അടിക് രഹേ,
എന്താ ടിക് രഹേ എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കുകയും വേണം. ലെറ്റ് ഹിം സ്റ്റാൻഡ് കംപ്ലീറ്റ്ലി ഫേം ഇൻ ഹിസ് പൊസിഷൻ. ആ ഒരു പൊസിഷനിൽ അവൻ എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി ഫേം ആയിട്ട്, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അവനെ അത്തരത്തിലുള്ളതാക്കി മാറ്റണം. വഹ് അവൻ നല്ല ആളുകളുടെ അടുത്ത്, ബലേം ലോഗോം കെ സാത്ത്, നല്ല ആളുകളുടെ അടുത്ത്, ഗുഡ് പീപ്പിൾസിനടുത്ത്, നേക് വ്യവഹാർ കരേം, നല്ല പെരുമാറ്റം, നല്ല പെരുമാറ്റം നടത്തണം. ആരുടെ അടുത്ത്? നല്ല ആളുകളുടെ അടുത്ത്. അതുപോലെ തന്നെ ഓർ ബദ്മാഷോങ്കോ കരാരാ സബക് സിഖായേം, ചീത്ത ആളുകളുടെ അടുത്തോ അവരുടെ അടുത്ത് അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യുക? കർശന പാഠങ്ങൾ പഠിപ്പിക്കണം. ചീത്ത ആളുകൾക്ക് കർശന പാഠങ്ങൾ പഠിപ്പിക്കുകയും നല്ല ആളുകളുടെ അടുത്ത് ഗുഡ് ബിഹേവിയർ എടുക്കുകയും വേണം. ജബ് ലോഗ് ബേഡോം കി തരഹ്, ബേഡോം കി തരഹ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജബ് ലോഗ് ആളുകള്, അതുപോലെ ഈ ലോകത്തിലുള്ള ആളുകൾ എല്ലാവരും ബേഡോം കി തരഹ് ഒരു ചെമ്മരിയാടുകളെ പോലെ, ഷീപ്പിനെ പോലെ, വെൻ പീപ്പിൾ ലൈക്ക് ദ ഷീപ്പ്, അവരെന്താ ചെയ്യുന്നത്? അത്തരത്തിൽ ഏക് ഹി ഏക് രാസ്തേ പർ ചൽ രഹേ ഹേ, അവരെന്താ ചെയ്യുന്നത്? ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരേ ഡിറക്ഷനിൽ എന്ത് ചെയ്യാണ്? സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും വെൻ പീപ്പിൾ മൂവ് ഇൻ ദ സെയിം ഡിറക്ഷൻ ആസ് ദ ഷീപ്സ്, ഷീപ്സിനെ പോലെ എന്ത് ചെയ്യാണ്? ഒരേ ഡിറക്ഷനിൽ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും അവൻ എന്തിനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം? തോ ഉസ്മേം ഭീഡ് സെ, ആ ഒരു ക്രൗഡിൽ നിന്നും, ഉസ്മേം അവനെ, ഭീഡ് സെ ആ ക്രൗഡിൽ നിന്നും, ആ ആൾക്കൂട്ടത്തിൽ നിന്നും, അലഗ് ഹോക്കർ, അലഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായിട്ട്, അതിൽ നിന്നും ടേൺ ചെയ്യാനായിട്ട്, അതിൽ നിന്നും മാറി നിൽക്കാൻ, അല്ലെങ്കിൽ വേറെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ. അലഗ് ഹോക്കർ അപ്ന രാസ്ത ബനാനേക്ക് ഹിമ്മത് ഹോ, അപ്ന രാസ്ത എന്ന് പറഞ്ഞാൽ തൻ്റെതായ വഴി, ബനാനേക്ക് എന്ന് പറഞ്ഞാല് അവനുണ്ടാക്കാൻ, ഹിമ്മത് ഹോ ധൈര്യം ഉണ്ടായിരിക്കണം. അവനെന്ത് ചെയ്യണം? ആ കറേജ് കിട്ടണം. എന്തിന്? ടു ടേൺ അവേ ഫ്രം ദാറ്റ് ക്രൗഡ്സ് പാത്ത്, ആ ക്രൗഡുകളുടെ പാത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു ന്യൂ വേ ഉണ്ടാക്കാൻ അവൻ എന്ത് ചെയ്യണം? ഒരു കറേജ് അവനിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് ഉസേ സിഖായേം, അവനെ പഠിപ്പിച്ചാലും, എന്തെന്നാൽ വഹ് ഹരേക്ക് കി ബാത് കോ, ഹരേക്ക് കി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ഓരോ വ്യക്തികളുടെയും, ബാത് കോ സംസാരങ്ങളെ, അവരുടെ വേർഡ്സിനെ, ധൈര്യപൂർവക് സുനെ, അവരുടെ വാക്കുകൾ എന്ത് ചെയ്യണം? ധൈര്യപൂർവം കേൾക്കുകയും, ഫിർ ഉസേ സത്യ കി കസൗട്ടി പർ, അവര് എന്ത് ചെയ്യണം? അതിൽ നിന്നും സത്യക്ക് കസൗട്ടി പർ, സത്യത്തിന്റെ ഉരക്കല്ലിൽ കസേ ഉരച്ചു നോക്കുകയും, ഓർ കേവൽ അതിൽ നിന്നും കേവലം അച്ഛായി കോ ഹി ഗ്രഹൺ കരയും, എന്താണ്? നല്ലതിനെ മാത്രം എന്ത് ചെയ്യണം? ഗ്രഹൺ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനുള്ള കഴിവും അവനിൽ ഉണ്ടായിരിക്കണം. ലെറ്റ് ഹിം റബ് ദ ട്രൂത്ത്, എന്താ പറയാ? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉരയ്ക്കുക അല്ലെ? എവിടെ? ഇൻ ദ ഗ്രൈൻഡ് സ്റ്റോൺ, സ്റ്റോണിൽ ഉരച്ചിട്ട്, ആൻഡ് ആക്സെപ്റ്റ് ചെയ്യുക ഓൺലി ദ ഗുഡ് വൺ, നല്ലതിനെ മാത്രം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാനും അവന് കഴിയണം. അഗർ ഹോ സഖേത്തോ, ഇനി കഴിയുമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ദുഃഖമേം, ദുഃഖമേം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖത്തിൽ, സോറോയിൽ എന്ത് ചെയ്യണം? ഭിഹാസ്നേ കി സിഖ് ദേ, അവനെ ദുഃഖത്തിലും എന്ത് ചെയ്യാം? പുഞ്ചിരിക്കാൻ അവനെ പഠിപ്പിക്കണം. മേ ഹി ലേൺ ടു സ്മൈൽ, പുഞ്ചിരിക്കാൻ അവൻ പഠിക്കട്ടെ. ഈവൻ ഇൻ സോറോ, അവൻ സോറോയിലായിരിക്കുമ്പോഴും ദുഃഖത്തിലായിരിക്കുമ്പോഴും. ഉസേ സംചായേങ്കി, അവൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അവൻ ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, എന്തെന്നാൽ അഗർ रोने भी पड़े तो उसमें कोई शर्म की बात नहीं है, എന്താണ്? അഗർ, ഇനി അഥവാ ഒരു പക്ഷേ, റോന ഭി പടേത്തോ, അവന് കരയേണ്ടി വന്നാൽ, കരയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെ കരയേണ്ടി വന്നാൽ, ആണുങ്ങൾ കരയുന്നതിനൊരു തെറ്റാണോ? അല്ല. ഉസ്മേം കോയി ശർമിക്ക് ബാത് നഹി ഹേ, അതിൽ ഒരു ഷെയിമും ഇല്ല, ഒരു നാണക്കേടുമില്ല. ഹി ഷുഡ്
അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവൻ എന്ത് ചെയ്യാ മനസ്സിലാക്കിയിരിക്കണം എന്ത് ഈവൻ ഇഫ് ഹി ഹാസ് ടു ക്രൈ അവൻ ഇനി കരയേണ്ടിയിരിക്കുന്നു എങ്കിലും ഹി ഷുഡ് നോട്ട് ബി അഷെയിംഡ് ഓഫ് ഇറ്റ് അതിൽ നിന്നും അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നാണിക്കേണ്ട ആവശ്യമില്ല. വഹ് ആലോചകോങ്കോ ഇനി അതുപോലെ തന്നെ അവൻ ആലോചകോങ്കോ എന്ന് പറഞ്ഞാൽ ആരാറിയോ വിമർശകരെയും അതുപോലെ തന്നെ വിമർശകരെ അവൻ എന്ത് ചെയ്യണം നസർ അന്താസ് കരയും എന്ന് പറഞ്ഞാൽ അവരെ അവഗണിക്കണം, അവോയ്ഡ് ചെയ്യണം. ക്രിറ്റിക്സിനെ അവോയ്ഡ് ചെയ്യാൻ ഇഗ്നോർ ചെയ്യാനും പിന്നെയോ ചാട്ടൂകാരോം സേ മുഖസ്തുതി പറയുന്നവരെ നമ്മളെ സ്തുതിക്കുന്നവരെ എന്ത് ചെയ്യണം സാവധാൻ രഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാനും. ടു കെയർ ഫോർ ദ ഫ്ലാറ്റേഴ്സ് ആണ് കേട്ടോ നമ്മുടെ മുഖസ്തുതി പറയുന്നവര്. ഇഗ്നോർ ക്രിറ്റിക്സ് ആൻഡ് ടു കെയർ ഫോർ ഫ്ലാറ്റേഴ്സ് അവഗണിക്കണം ആരെ വിമർശകരെ അവഗണിക്കുകയും മുഖസ്തുതി പറയുന്നവരെ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം എന്ന് അവനെ പഠിപ്പിക്കണം. വഹ് അപ്നെ ശരീരിക്ക് അവൻ എന്ത് ചെയ്യണം അവന്റെ ശരീരത്തിന്റെ അവന്റെ ബോഡിയുടെ താക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തിയെ ബൽബൂത്തെ പർ ബലത്തില് ഭർപൂർ കമായേ കരേ അധ്വാനിച്ചുകൊണ്ട് അവന്റെ ബോഡി അവൻ മെയിൻറ്റെയിൻ ചെയ്യട്ടെ, അവന് സ്ട്രെങ്ത് ഉണ്ടാക്കട്ടെ. ലെറ്റ് ഹിം വർക്ക് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ബോഡി അവന്റെ ബോഡിയിൽ അവന് വർക്ക് ചെയ്യട്ടെ. പരന്തു പക്ഷേ അപ്നി ആത്മാ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആത്മാഭിമാനത്തെയും അതുപോലെ തന്നെ അപ്നെ ഈമാൻകോ നമ്മുടെ വിശ്വാസത്തെയും കഭീന ബച്ചേ വിൽക്കാതിരിക്കട്ടെ. ലെറ്റ് ഹിം നെവർ സെൽ ഹിസ് സെൽഫ് എസ്റ്റീം ആൻഡ് ഹിസ് ഫെയ്ത്ത് അവന്റെ ഫെയ്ത്തും സെൽഫ് എസ്റ്റീം എന്ത് ചെയ്യുക അവനെ വിൽക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആത്മാഭിമാനം നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിനും അവൻ ഇറങ്ങാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം. അതെന്ത് ചെയ്യണം നമ്മുടെ അധ്യാപകൻ പഠിപ്പിച്ചു നൽകട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അബ്രഹാം ലിങ്കൺ അല്ലെ. ഉസ്മേ അവനിൽ ശക്തി ഹോ കി അവന് ശക്തി ഉണ്ടാവട്ടെ എന്തിന് ചില്ലാത്തി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആക്രോശിച്ചു വരുന്ന സ്ക്രീമിംഗ് ആയിട്ട് വരുന്ന എന്തിനെ ക്രൗഡ് ഭീഡ് സാംനെ ഭി അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് ഖടാ ഹോക്കർ നിലയുറച്ചു നിൽക്കാൻ. എങ്ങനെ നിൽക്കാനാണ് നിലയുറച്ചിട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീമിംഗ് ക്രൗഡ്സ് ആ ഒരു ആക്രോശിച്ചു വരുന്ന ജനക്കൂട്ടത്തിന് മുൻപിൽ എന്ത് ചെയ്യണം വളരെ തൻ്റെടത്തോട് കൂടിയിട്ട് നിൽക്കാൻ അവന് അപ്പനെ സത്യക്കേലിയെ ചൂച്ച്താ രഹേ അവനെ പോരാടാൻ കഴിയട്ടെ എന്തിന് സത്യക്കേലിയെ അവന്റെ സത്യത്തിലെ അവൻ എന്ത് ചെയ്യണം ഈ ആക്രോശിച്ചു വരുന്ന ജനക്കൂട്ടത്തിന് മുൻപിൽ നിലയുറച്ചുകൊണ്ട് അവയ്ക്കെതിരെ പോരാടാൻ അവന് കഴിയട്ടെ. ആപ് ഉസേ നിങ്ങൾ അവനെ തസല്ലി സെ സിഖായും വളരെ സമാധാനത്തോടു കൂടിയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതെല്ലാം പഠിപ്പിക്കുക. ബട്ട് ബഹുത് ലാറ്റ് പ്യാർമേം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വളരെ ലാളനയോട് കൂടിയിട്ട് ലാളിച്ചുകൊണ്ട് അവനെ വളരെയധികം എന്ത് ചെയ്യാം ടു മച്ച് കെയേഴ്സ് ആൻഡ് ലവ് നൽകിയിട്ട് എന്ത് ചെയ്യാ ഉസേ ഭിഖാഡോം നെഹീം അവൻ എന്ത് ചെയ്യരുത് ഭിഖാഡോം നെഹി എന്ന് പറഞ്ഞാൽ അവനെ വഷളാക്കരുത്. ബട്ട് ഡോണ്ട് സ്പോയിൽ ഹിം അവനെ നിങ്ങൾ വഷളാക്കരുത് ബൈ ഗിവിംഗ് ഹിം ടു മച്ച് കെയേഴ്സ് ആൻഡ് ലവ് വളരെയധികം ശ്രദ്ധയും സ്നേഹവും നൽകിക്കൊണ്ട് അവനെ ലാളിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത് ബിഘാട്ടോം നെഹീം അവനെ വഷളാക്കരുത്. ഉസേ ഹമേഷ ഏസി സിക്തേം അതുപോലെ തന്നെ ഉസേ അവനെ ഹമേഷ ഏസി സിക്തേം ഇത്തരത്തിൽ അവനെ എന്ത് ചെയ്യുക പഠിപ്പിക്കുക. ദിസ് വേ ഈ രീതിയിൽ അവൻ എന്ത് ചെയ്യുക ടീച്ച് ഹിം അവനെ ഇത്തരത്തിൽ നിങ്ങൾ പഠിപ്പിക്കുക. കി എന്തെന്നാൽ അതുപോലെ എന്ത് വേണം മാനവ് ജാതി പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവ സമൂഹം ഉസ്കി അസിം ഋതുദ ബനി രഹേ അവൻ എന്ത് ചെയ്യുക ആദരവൊക്കെ നൽകുന്ന ഒരു മനുഷ്യ സമൂഹം അവനിൽ എന്ത് ചെയ്യണം നിലനിർത്തണം.
ഹി വോണ ഡിസേർവ് ദ അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ഇൻ ഹ്യൂമൻ സൊസൈറ്റി. എന്താണ് ഹ്യൂമൻ സൊസൈറ്റിയിൽ അവന് നല്ല അറ്റ്മോസ്റ്റ് റെസ്പെക്ട്, നല്ല ആദരവ് ലഭിക്കണം, അത്തരത്തിൽ അവനെ പഠിപ്പിക്കണം എന്നാണ് ആര് അബ്രഹാം ലിങ്കൻ അധ്യാപകനോട് പറയുന്നത്. മേംനെ അപ്നെ പത്രമേ ബഹുത് കുച്ച് ലിഖാ ഹെ. ഞാൻ എന്റെ പത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുത് കുച്ച് ലിഖാ ഹെ, ഒരുപാട് ഞാൻ എഴുതിയിട്ട്. ഐ ഹാവ് റിട്ടൺ എ ലോട്ട് ഇൻ മൈ ലെറ്റർ. ഞാൻ ഒരുപാട് എൻ്റെ ലെറ്ററുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ദേഖേം, നമുക്ക് കാണാം. ഇസ്മേൻ സേ, ഇവയിൽ നിന്ന് ക്യാ കർണ സംഭവ് ഹേ, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണാം. ലെറ്റ് us see what can be done. ഏതെല്ലാം രീതിയിലുള്ളവ ഇതിൽ നിന്നും ചെയ്ത് പഠിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അബ്രഹാം ലിങ്കൻ തൻ്റെ ലെറ്റർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ്, ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് നമുക്ക് നോക്കാം. मेहनत से कमाया 1 पैसा भी हराम में मिली नोटों की गट्टे से കഹീം അധിക് മൂല്യവാൻ ഹോത്താ ഹേ. എന്താ പറയുന്നത്? നമ്മൾ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന 1 രൂപയ്ക്ക് നോട്ട് കെട്ടിനേക്കാൾ, എന്തിലൂടെ? ചീത്ത കൂട്ടുകെട്ടിലൂടെ ലഭിക്കുന്ന, ചീത്ത മാർഗത്തിലൂടെ കിട്ടുന്ന നോട്ട് കെട്ടിനേക്കാൾ വളരെയധികം മൂല്യമുണ്ട്. അപ്നാ ദൃഷ്ടികോൺ പ്രകട് കരയും. നിങ്ങളുടെ ദൃഷ്ടിയിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? യേ ബഹുത് സാർത്ഥക് ശബ്ദ ഹേ. ഇത് യഥാർത്ഥത്തിൽ വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. യദി ഹം അപ്നെ ജീവൻ മേം, നാം നമ്മുടെ ജീവിതത്തിൽ ജോ കുച്ച് ഭി കിയാ ഹെ, നാം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഉസ്സേ സന്തുഷ്ട ഹോനാ ചാഹത്തെ ഹെ, നമ്മൾ അതിൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സന്തുഷ്ടമാവാൻ ആകണമെന്നുണ്ടെങ്കിൽ, ഹമേം ഹമേഷ കേവൽ ഉസേ ധൻ കെ സാത്ത് രഹനാ ചാഹിയ. പണം നമുക്ക് എന്ത് ചെയ്യണം? ആ ധനം എങ്ങനെയുള്ളതായിരിക്കണം? ഹംനെ അച്ഛേ താരീഖ് സെ കമായ ഹേ, അവ നല്ലതായ രീതിയിൽ, നല്ല മാർഗത്തിലൂടെ വന്നിട്ടുള്ളതായിരിക്കണം. അപ്പോഴാണ് അത് എന്താകുന്നത്? നല്ല സന്തുഷ്ടമാകുന്നത് ജീവിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബദ്മാഷോं को आसानी से काबू में किया जा सकता है. തെമ്മാടികളെ നിയന്ത്രിക്കാൻ വെരി ഈസി ആയിട്ടും സാധിക്കും, വളരെ പെട്ടെന്ന് സാധിക്കും. ऐसे क्यों कहा होगा, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. ബദ്മാഷോं के अंदर भी कुछ सच्चाई होती है. തെമ്മാടികൾക്കുള്ളിലും കുച്ച് സച്ചായി ഹോത്തി ഹേ, അവർക്കുള്ളിലും എന്തുണ്ട്? കുറച്ച് നന്മയുണ്ട്. ഉപദേശ് ഓർ സത്സംഗ് കെ ദ്വാര, ഉപദേശത്തിന്റെയും നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നതിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? ഉൻ സച്ചായിയോ കോ ബാഹർല, അവരുടെ നന്മയെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കും. സക്തേ ഹേ ബാഹർല സക്തേ ഹേ, ഇസ്ലിയെ ഇത്തരത്തിൽ ഏസെ കഹാ ഗയാ ഹേ, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാൻ കാരണം. നെക്സ്റ്റ്, നക്കൽ കർക്കെ പാസ് ഹോനെ സേ ഫെയിൽ ഹോന ബെഹ്തർ ഹേ, അതായത് കോപ്പി അടിച്ച് വിജയിക്കുന്നതിനേക്കാൾ നല്ലത് ഫെയിൽ ആകുന്നതാണ്. അബ്രഹാം ലിങ്കൻ കെ ഇസ് വിചാർ സേ ക്യാ ആപ് സഹ്മത് ഹേ, നിങ്ങൾ ആ ഒരു ചിന്തയോട് യോജിക്കുന്നുണ്ടോ? ക്യോ, എന്തുകൊണ്ട്? യഹ് യക്ദം സച്ച് ഹേ, ഇത് എല്ലാ തരത്തിലും എന്താണ്? സത്യമാണ്. നകലത് സേ പതാ ചലാ, നമ്മൾ കോപ്പി അടിച്ചുകൊണ്ട് സഫലതാമേം ഖ്യാൻ കെ, അത്തരത്തിൽ ലഭിക്കുന്ന ആ അറിവിന് ഒരു ലാഭവും നമുക്ക് ഗഹരായി നഹീം ഹേ, ഇല്ല, ഒരിക്കലുമില്ല. യഹ് തൽക്കാൽ ഹേ, അതൊരു താൽക്കാലികം മാത്രമാണ്. ലാഭ പ്രദാൻ കിയാ ജാ സക്താ ഹേ, താൽക്കാലിക ഒരു ലാഭം മാത്രമാണത് നേടിത്തരുന്നത്. ലേക്കിൻ ഭവിഷ്യമേം, ഭാവിയിൽ ഏസാ കഭി കോയി ലാഭ് നഹീം, ഭാവിയിൽ നമുക്ക് അതുകൊണ്ട് ഒരു ലാഭവും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. യഹി കാരൺ ഹേ, ഇക്കാരണത്താൽ എന്താണ്? കി ഹം അസ്ഫലദാസേ സിക്തേ ഹേ, നമ്മൾ എന്ത് ചെയ്യണം? അതിനേക്കാൾ നല്ലത് എന്താണ്? തോറ്റു പോകുന്നതാണ്. യഹ് അച്ഛാ ഹേ, അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, ബീറ്റ് സേ അലഗ് ഹോക്കർ അപ്ന രാസ്ത ബനാന കാ മത്ലബ് ക്യാ ഹേ, ആൾക്കൂട്ടത്തിനിടയിലും തന്റേതായ ഒരു വഴി കണ്ടെത്താൻ അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്?
ഭീഡ് ഏക് ഹി മാനസികത സേ ആധാർ പർ ചൽത്തി ഹേ. ആളുകൾ ഒരേ ഒരു ചിന്താഗതിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭീഡ് കി മാനസികത സേ, അത്തരത്തിലുള്ള ആളുകളുടെ ചിന്താഗതിയിൽ നിന്നും അലഗ് ഹോക്കർ മാറിത്തിരിഞ്ഞുകൊണ്ട് സോച്നെ സേ ഹി നയി ദൃഷ്ടി ഓർ നയെ വിചാർ, പുതിയ ആശയങ്ങളും പുതിയ ചിന്താഗതിയും കൊണ്ടുവരുന്നതിലൂടെയാണ് മിൽത്തെ ഹെ, അവ കണ്ടെത്തുന്നതിലൂടെയാണ് എന്തുണ്ടാകുന്നത്. ഇസ് നയ ദൃഷ്ടികോൺ, ഇത്തരത്തിലുള്ള പുതിയ നല്ല ദൃഷ്ടികോണുകൾ, നല്ല വിചാരങ്ങൾ ഹി സാമാജിക് പ്രഗതി സംഭവ് ഹോത്തി ഹെ, ഇത്തരത്തിലുള്ള സമൂഹ പുരോഗതിക്ക് മാറ്റം വരുത്തുന്നവയാണ്, സമൂഹ പുരോഗതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവയാണ്. അത്തരത്തിലുള്ള ചിന്താഗതികൾ അവനിൽ ഉണ്ടാക്കാനാണല്ലേ. സംസാർ കെ സഭി മഹത് വ്യക്തി ഇസ് പ്രകാർ സോച്നെ വാലേ ഥേ. നമ്മുടെ ലോകത്തില് ഒരുപാട് മഹത് വ്യക്തികൾ ഇത്തരത്തിൽ പുതിയ രീതിയിൽ ചിന്തിച്ചവരായിരുന്നു. ഇസ്ലിയെ ഉനേം സംസാർ മേം ബദ്ലാവ് ലാ സക. അപ്പോൾ ഇത്തരത്തിൽ അവനെ ലോകത്ത് ഈ രീതിയിൽ അവന് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക.